ഹായ് ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം ഒന്ന് നോക്കാം. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, എന്താണ് ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ജാതി മതഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാം അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാം എല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനം 2. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാട് ചൊന്നിതല്ലോ. ഈ വരികളുടെ ആശയം വിശദീകരിക്കുക. പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു. പ്രഭാതത്തിൻ്റെ കടന്നുവരവ് മറ്റൊരു തരത്തിലാണ് കടത്തിനാട്ട് മാധവി അമ്മ അവതരിപ്പിക്കുന്നത്. ഉണ്ണിക്കതിര് പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാട ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. പ്രഭാത സൂര്യനെ കൃഷിക്കാരനായി, സൂര്യരശ്മികളെ മുഖത്തിൻ്റെ പാടയായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി മനോഹരമായി അവതരിപ്പിക്കുന്നു. പ്രവർത്തനം 3. ഹരിത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ നടത്തുന്ന കാർഷിക മേഖലയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു. കർഷകരുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. എന്തെല്ലാം ചോദ്യം എന്ന് ചോദിക്കാം? താങ്കളുടെ പ്രധാന കൃഷികൾ എന്തെല്ലാം? ഏതൊക്കെ വിളകളാണ്? കൃഷിക്കായുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് മണ്ണ് ഒരുക്കുന്നത്? വിളവെടുപ്പും വിളസംസ്കരണവും എങ്ങനെയാണ് ചെയ്യുന്നത്? ജലസേചനത്തിന് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത്? കൃഷിക്കായുള്ള സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? വിളകൾ എവിടെയാണ് നിൽക്കുന്നത്? വില നിശ്ചയിക്കുന്നത് ആരാണ്? കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? രാസവളമാണോ ജൈവവളമാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? പുതുതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു? കൃഷി ലാഭകരമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അക്ഷരങ്ങൾ തെറ്റാതെ നല്ല രീതിയിൽ കണ്ടൻ്റൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ച് എക്സാമിന് പോവുക. മലയാളം എക്സാമാണ്, കൂടുതൽ സമയം കിട്ടൂല. അപ്പോൾ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് വൃത്തിയിൽ എക്സാം എഴുതുക കേട്ടോ. അക്ഷരത്തെറ്റില്ലാതെ കൈയക്ഷരം നല്ല വൃത്തിയാക്കിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക. ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.